മോശമായിട്ടുള്ള ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ പടം തന്നെ എടുത്ത് പുള്ളി ഇത്ര രീതിയിൽ പറഞ്ഞത്? ഇതിലും മോശമായിട്ടുള്ള ഒരുപാട് പടങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? കാരണം ഇതിൽ വേറെ കാര്യമുണ്ട്. അശ്വന്ത് കോക്കും അഖിൽമാരും തമ്മിൽ മുമ്പിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് സംശയമുണ്ട് അതിന്റെ പേരിലാണോ അശ്വന്ത് കോക്ക് ഇതിനെ തന്നെ ഫോക്കസ്. ആക്ച്വലി എനിക്കൊരു അശ്വന്ത് കോക്ക് ഒക്കെ ഈ പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ അഖിൽമാരാര് വരുന്ന പടം ഇറങ്ങാൻ വേണ്ടി അശ്വന്ത് കോക്ക് വെയിറ്റിംഗ് ആയിരുന്നു. പടം അപാര പടമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ 1.5 കോടി രൂപയ്ക്ക് ഇറങ്ങിയ ഒരു പടത്തിന്റെ കുഴപ്പമില്ല. 1.5 കോടി പടങ്ങളുമായിട്ട് 1.5 കോടി രൂപയ്ക്ക് ഇറങ്ങിയ മറ്റു പടങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പടം അത്യാവശ്യം കുഴപ്പമില്ലാത്ത പടമാണ്. ഈ പടം നിങ്ങൾ പറയുമ്പോൾ വമ്പൻ അബദ്ധമൊന്നുമല്ല. ഞാൻ പറയുന്നത് ഓഡിയൻസ് അശ്വന്ത് കോക്കിന്റെ അതിലുള്ള കമന്റുകൾ ഈ അശ്വന്ത് കോക്കിന് ഇത്ര അനുകൂലിച്ചിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഈ പടം നിങ്ങൾ തീർക്കാണ്ട് വലിയ നിങ്ങൾ പറഞ്ഞ വമ്പൻ അബദ്ധം പടമൊന്നുമല്ല. ഈ പടം കണ്ടിട്ട് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ ദിലീപിന്റെ ഒക്കെ പറഞ്ഞ പോലെ നിങ്ങൾ പറയുന്ന അഭിപ്രായം നിങ്ങളത് മാത്രമായിരിക്കണം അല്ലേ? അല്ലാതെ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഒരു പടത്തിന് പോകാതിരിക്കില്ല. പക്ഷെ അശ്വന്ത് കോക്ക് എന്നൊരു വ്യക്തി അയാൾക്ക് ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപ ഒരു വീഡിയോ ഒന്നും കിട്ടുന്നുണ്ടാവും. പക്ഷെ ആ വീഡിയോക്ക് വേണ്ടി അയാൾ ഇല്ലാക്കിയതാക്കിയത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. പ്രൊഡ്യൂസറുടെ പൈസ മാത്രമല്ല, ഒരു പടം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ സ്വപ്നമാണ്. ഞാനൊക്കെ ഇപ്പൊ പടത്തേക്ക് വെച്ച് ഒരുപാട് ചാൻസ് ചോദിച്ച് ഓഡീഷൻ നടന്ന് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഈ സ്വപ്നങ്ങളൊന്നും അയാൾ മനസ്സിലാക്കുന്നില്ല.